മലമ്പുഴ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി എ പ്രഭാകരനെ വിമർശിച്ച് UDF സ്ഥാനാർത്ഥി എ സുരേഷ് VSന്റെ പൈതൃകം അവകാശപ്പെടാൻ എ പ്രഭാകരൻ നുണയും തെമ്മാടിത്തരവും പറയുന്നുവെന്നാണ് വിമർശനം. പാർട്ടിയിലെ മാഫിയക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് ജി സുധാകരൻ ഉൾപ്പെടെയുള്ളവർ CPIM വിട്ടത്. VSന്റെ അടുക്കളക്കാരനെന്ന് വിശേഷിപ്പിച്ചതിൽ അഭിമാനമേ ഉള്ളൂ എന്നും 24 ഗ്രൗണ്ട് സീറോയിൽ എ സുരേഷ് പറഞ്ഞു. കാണാം തനീഷ് തമ്പി തയ്യാറാക്കിയ റിപ്പോർട്ട്. നമസ്കാരം. മലമ്പുഴ മണ്ഡലത്തിലാണ് ഗ്രൗണ്ട് സീറോ ഉള്ളത്. വളരെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് മലമ്പുഴ. CPIMന്റെ കോട്ടയാണ് മലമ്പുഴ മണ്ഡലം. VS അച്യുതാനന്ദന്റെ മണ്ഡലം എന്ന വിശേഷണം കൂടിയുണ്ട്. ഇവിടെ ഇത്തവണ മത്സരത്തെ ശ്രദ്ധേയമാക്കുന്നത് CPIMന്റെ സ്ഥാനാർത്ഥി VSന്റെ അനുയായിയായിരുന്ന എ പ്രഭാകരനാണ്. അതേസമയം എതിർത്ത് മത്സരിക്കുന്നത് VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന എ സുരേഷാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ മണ്ഡലം ശ്രദ്ധേയമാകുന്നത്. അതേസമയത്ത് കോൺഗ്രസിന് വലിയ പ്രതീക്ഷ ഉള്ള മണ്ഡലം അല്ല മലമ്പുഴ എന്ന് പറയാം. കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതുവരെ ഇവിടെ ഇടതു പാർട്ടികളല്ലാതെ മറ്റൊരു പാർട്ടിയും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് മലമ്പുഴ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന് BJP രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് UDF സ്ഥാനാർത്ഥി എ സുരേഷിൻ്റെ പ്രതീക്ഷകൾ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ VS അച്യുതാനന്ദൻ മത്സരിക്കുന്ന ഘട്ടത്തിൽ അതിനു മുമ്പും മലമ്പുഴ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്താണ്, അല്ലെങ്കിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രങ്ങൾ എന്താണ്, LDFന്റെ തന്ത്രങ്ങൾ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് എ സുരേഷ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDF ക്യാമ്പിൽ മത്സരിക്കുമ്പോൾ എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത്? മാത്രമല്ല ആ LDFന്റെ തന്ത്രങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറിക്കഴിഞ്ഞു, മലമ്പുഴയും മാറിക്കഴിഞ്ഞു. കാരണം മലമ്പുഴയിൽ ഞാൻ പോയപ്പോഴൊക്കെ കാണുന്നത് ആൻറ്റി ഇൻകംബൻസി മാത്രമല്ല, ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ഇടതുപക്ഷം സ്നേഹിക്കുന്ന ആളുകൾ നമ്മളോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു. വല്ലാതെ സ്വീകാര്യത അവരിൽ നിന്ന് കിട്ടുന്നു. അതൊരു വലിയ മാറ്റമാണ്. ഇതൊരു ഇടതുപക്ഷ CPM മണ്ഡലമാണ്. CPMന്റെ ഉരുക്ക് കോട്ട എന്നറിയപ്പെടുന്ന മണ്ഡലമാണ്. അവിടെ നിന്നാണ് എനിക്ക് സ്വീകാര്യത കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും അതൊരു പ്രതീക്ഷയാണ്. എന്തായാലും ഇത്തവണ UDF വിജയിക്കുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ നിന്ന് ഒരാൾ പോയാൽ, പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരാൾ പോയാൽ അയാൾ വർഗ്ഗവഞ്ചകനാണ്. ഇത്തവണ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ മത്സരിക്കുന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ CPMന്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയാണ്? ആദ്യഘട്ടത്തിൽ അങ്ങനെ തന്നെ സൂചിപ്പിച്ചിരുന്നു MV ഗോവിന്ദൻ്റെ പ്രസ്താവന വലിയ വിഷമം ഉണ്ടാക്കിയെന്നൊക്കെ. അതിനുശേഷവും പിന്നീട് എങ്ങനെയാണ് CPMന്റെ ഒരു പ്രതികരണം വരുന്നത്? അല്ല, താഴത്തെ CPMനെ സ്നേഹിക്കുന്ന ആളുകളാരും എന്നെ വളരെ മോശമായിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ചില നേതാക്കൾ ഇപ്പോൾ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞാൽ 100 തവണ അപ്പീൽ കൊടുത്താലും തിരിച്ചെടുക്കില്ല എന്നൊക്കെ പറഞ്ഞ വലിയ ഒരു മനുഷ്യൻ നിലയ്ക്ക് വലിയ വിഷമമുണ്ടാക്കി. ഞാനൊരു CPM വിരുദ്ധനായിരുന്നില്ല. ഞാൻ പാർട്ടിയിലെ മാഫിയക്കെതിരെ VS നടത്തിയ പോരാട്ടത്തിൻ്റെ ഒപ്പം നിന്നു. ആ മാഫിയ രാഷ്ട്രീയത്തിനെതിരെ, ആ വലതുപക്ഷ വ്യതിയാനത്തിനെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിൽ ഞാൻ കൂടെ നിന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് പുറത്താക്കപ്പെട്ടു. പിന്നീട് ഞാൻ പാർട്ടി അനുഭവി തുടർന്നു. പിന്നെ എന്നെ തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ UDFന്റെ ഭാഗമായി. ഞാൻ മാത്രമല്ല, കേരളത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായിട്ടുള്ള ആളുകൾ, കുഞ്ഞികൃഷ്ണൻ സാഹു, കൊട്ടാരക്കര ഐഷ പോറ്റി, സുധാകരൻ സാഹു, TK ഗോവിന്ദൻ MV ഗോവിന്ദൻ്റെ നേതാവാണ്. MV ഗോവിന്ദൻ വെറും ഏരിയ കമ്മിറ്റി മെമ്പറായപ്പോൾ TK ഗോവിന്ദൻ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. ആരും അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധെന്ന് പറയില്ല. അവരെ പോലുള്ള ആളുകളൊക്കെ മാറും മീൻസ് ഈ CPM മാഫിയ രാഷ്ട്രീയത്തിൽ പ്രതികരിക്കുമ്പോൾ ഞാനും ഒരു ഭാഗമാണ് ഇതിൻ്റെ. എ സുരേഷിനെ സംബന്ധിച്ച് എതിർ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞത് VS അച്യുതാനന്ദൻ്റെ സ്റ്റാഫ് ആയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല VS അച്യുതാനന്ദൻ്റെ അടുക്കളക്കാരനാണ് എന്ന രീതിയിലുള്ള അർത്ഥത്തിലുള്ള പരാമർശമാണ് നടത്തിയത്. അതിനെങ്ങനെയാണ്? അതായത് VSന്റെ ലെഗസി അവകാശപ്പെടാൻ വേണ്ടി അദ്ദേഹം ശുദ്ധ നോണയും തെമ്മാടിത്തരം പറയാണ്. അടുക്കളക്കാരൻ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം VSന് മാത്രമല്ല, എല്ലാവരുടെയും അടുക്കളയിൽ കയറ്റുന്നത് നമ്മളെ കുടുംബത്തിൽ പിറന്നവരും ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നവരെ നമ്മൾ അടുക്കള വരെ കയറ്റുള്ളൂ. അല്ലാത്തവരെ മുറ്റത്ത് നിർത്തി നമ്മൾ ഹായ് പറഞ്ഞു വിടും. ചിലവരെ പൂമുഖപ്പടിയിലിരുത്തും, ചിലവരെ സിറ്റൗട്ടിലിരുത്തും. അങ്ങനെയാണ് നമ്മുടെ പതിവ്. കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പതിവാണ്. ഇദ്ദേഹം പറയുന്നത് എന്നെ അടുക്കളക്കാരൻ. ഞാൻ അഭിമാനിക്കുകയാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും വീട്ടിൽ അടുക്കളയിൽ കയറാൻ പറ്റുമെന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കുക. ഇപ്പോൾ BJP ആണ് രണ്ടാം സ്ഥാനത്തുള്ളത്. സ്വാഭാവികമായിട്ടും അത് മറികടന്ന് വേണം നമുക്ക് ഒന്നാമതെത്തണമെങ്കിൽ. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു കണക്ക് എങ്ങനെ ശരിയാവുക? ഞങ്ങൾ മത്സരത്തിൽ വന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ BJP അപ്രസക്തമാവുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് പോസ്റ്ററും ബാനറൊക്കെ വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പ്രചരണം വന്നിട്ടുണ്ടെങ്കിലും താഴെ ഫീൽഡിൽ BJPയുടെ ചിത്രം ഒന്ന് താഴെ പോയി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഞങ്ങൾ LDFുമായിട്ടാണ് ഫൈറ്റെങ്കിൽ ഞങ്ങളിപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തി കഴിഞ്ഞു. ഞങ്ങളുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്? ഞങ്ങൾ വിലയിരുത്തലനുസരിച്ച് ഞങ്ങളിപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിന് ഒന്നാം സ്ഥാനത്തെത്തി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ലാപ്പാണ്. ലാസ്റ്റ് ലാപ്പോടുകൂടി മികച്ച ഭൂരിപക്ഷത്തോടെ UDF ഇവിടെ ജയിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.